നമസ്കാരം. പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓൺലൈൻ റീചാർജിൽ മലയാളിക്ക് നഷ്ടമായത് 86,380 രൂപ. നമ്പർ മാറിയാൽ ബാങ്കിനെ അറിയിക്കണമെന്ന നിർദ്ദേശം. ഖത്തർ കടുത്ത ചൂടിലേക്ക്. ഇനിയുള്ള ദിനങ്ങളിൽ പകൽ താപനില ഗണ്യമായി ഉയരും. മലബാർ ഗോൾഡ് ബ്രിങ്സ് ഇൻകോർപ്പറേറ്റഡുമായി കരാർ വിപുലീകരിക്കുന്നു. ശോഭീന്ദ്രൻ മാസ്റ്ററുടെ പേരിൽ ശോഭീന്ദ്ര പൂങ്കാവനം. പ്രവാസി മലയാളി താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും. ട്രാവൽ നിറ്റ്സ് വെക്കൻസ വാർഷിക സ്റ്റാഫ് പാർട്ടി. ഓൺലൈൻ റീചാർജിൽ മലയാളിക്ക് നഷ്ടമായത് 86,380 രൂപ. നമ്പർ മാറിയാൽ ബാങ്കിനെ അറിയിക്കണമെന്ന നിർദ്ദേശം. അബുദാബിയിൽ ഓൺലൈനിലൂടെ ബസ് കാർഡ്, ഇത്തിസലാത്ത്, ഡൂ കമ്പനികളുടെ പ്രീപെയ്ഡ് കാർഡ് എന്നിവ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നവരും സാധനങ്ങൾ വാങ്ങുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ വിദഗ്ധർ. സുരക്ഷിത വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പാക്കിയ ശേഷമേ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ നൽകാവൂ. തിടുക്കത്തിൽ ഏതെങ്കിലും വെബ്സൈറ്റിലൂടെ റീചാർജ് ചെയ്യാൻ ശ്രമിച്ച മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. അബുദാബി പബ്ലിക് ബസ്സിൽ ഉപയോഗിക്കുന്ന ഹാഫിലാത്ത് കാർഡ് 50 ദിർഹത്തിന് റീചാർജ് ചെയ്യാൻ ശ്രമിച്ച തൃശൂർ സ്വദേശിക്കാണ് 86,380 രൂപ നഷ്ടമായത്. UAE-യിലെ ഒരു ജ്വല്ലറിയിൽ സെയിൽസ്മാനായ ഇദ്ദേഹം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആദ്യം കിട്ടിയ വെബ്സൈറ്റിൽ പ്രവേശിച്ച് റീചാർജ് ചെയ്യുകയായിരുന്നു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 50 ദിർഹം അടച്ചു. സാധാരണ ഓൺലൈൻ വഴിയുള്ള എത്ര ചെറിയ ഇടപാടിനും OTP ചോദിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ല. സംശയം തോന്നിയ യുവാവ് ബാങ്കിൽ നിന്നുള്ള SMS സന്ദേശം പരിശോധിച്ചപ്പോഴാണ് 3,800 ദിർഹം നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത്. ഹാഫിലാത്ത് കാർഡിൽ പണം ക്രെഡിറ്റ് ആയതുമില്ല. ഉടൻ ബാങ്കിൽ വിളിച്ച് പരാതിപ്പെട്ടു. OTP നൽകാതെ ഇത്രയും തുകയുടെ ഇടപാട് നടത്തുന്നത് ബാങ്കിന്റെ സുരക്ഷിതത്വമില്ലായ്മയാണ് എന്ന് യുവാവ് ചോദിക്കുന്നുണ്ട്. പരാതി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പണം വീണ്ടെടുക്കാനാകുമോ എന്ന കാര്യം അറിയാനായി 90 പ്രവൃത്തി ദിവസം കാത്തിരിക്കാനുമായിരുന്നു ബാങ്കിന്റെ മറുപടി. സമാന രീതിയിൽ NPCC-യിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട്ടുകാരന് 18,000 ദിർഹമാണ് നഷ്ടപ്പെട്ടത്. സൈബർ തട്ടിപ്പുകാർ ദിവസേന പുതിയ തട്ടിപ്പുകളുമായി വലവീശുമ്പോൾ ഇരയാകാതിരിക്കാൻ സ്വന്തം നിലയ്ക്കും ജാഗ്രത പാലിക്കണമെന്നും സൈബർ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഖത്തർ കടുത്ത ചൂടിലേക്ക്. ഇനിയുള്ള ദിനങ്ങളിൽ പകൽ താപനില ഗണ്യമായി ഉയരും. രാജ്യം കടുത്ത ചൂടിലേക്ക്. ഇനിയുള്ള ദിനങ്ങളിൽ പകൽ താപനില ഗണ്യമായി ഉയരും. ഇന്നു മുതൽ 39 ദിവസം പകൽ താപനില ഗണ്യമായി ഉയരുമെന്ന് ഖത്തർ കലണ്ടർ ഹൌസാണ് അറിയിച്ചിരിക്കുന്നത്. പ്രാദേശികമായി മിർബാന്യ എന്നാണ് ഇക്കാലം അറിയപ്പെടുന്നത്. പകൽ താപനില ഗണ്യമായി ഉയരുന്നതിനാൽ വേനൽക്കാലത്തിന്റെ യഥാർത്ഥ തുടക്കമാണിതെന്നാണ് കലണ്ടർ ഹൌസ് അധികൃതർ വ്യക്തമാക്കുന്നത്. വർഷത്തിലെ ഏറ്റവും ഉയരത്തിൽ സൂര്യനെത്തുന്ന കാലമാണിത്. യഥാർത്ഥ വേനൽക്കാലത്തിന്റെ തുടക്കം മാത്രമല്ല, വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനം കൂടിയാണിത്. വേനൽക്കാല നക്ഷത്രങ്ങളായ അൽ തുറായ, അൽ ദബാറൻ, അൽ ഹഖ എന്നിവയെ ആകാശത്ത് ദൃശ്യമാകുന്ന കാലം കൂടിയാണിതെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. മലബാർ ഗോൾഡ് ബ്രിങ്സ് ഇൻകോർപ്പറേറ്റഡുമായി കരാർ വിപുലീകരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ക്യാഷ് ആൻഡ് വാല്യൂബിൾസ് മാനേജ്മെന്റ്, ഡിജിറ്റൽ റീറ്റെയിൽ സൊല്യൂഷൻസ്, ATM മാനേജ്ഡ് സർവീസ് രംഗത്തെ പ്രമുഖ സേവനദാതാക്കളായ ബ്രിങ്സ് കോർപ്പറേറ്റഡുമായുള്ള പങ്കാളിത്ത കരാർ വിപുലീകരിക്കുന്നു. ബ്രിങ്സിന്റെ ക്യാഷ് മാനേജ്മെന്റ് സംവിധാനം ദുബായിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ റീറ്റെയിൽ സ്റ്റോറുകളിൽ ഉപയോഗിക്കുന്നതിനും ആഗോളതലത്തിൽ പ്രഷ്യസ് മെറ്റൽ സ്റ്റോറേജ് സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനുമായാണ് പുതിയ കരാർ ഒപ്പുവെച്ചത്. വർഷങ്ങളായി ബ്രിങ്സ് ഗ്ലോബൽ സർവീസസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എക്സ്ക്ലൂസീവ് ലോജിസ്റ്റിക് പാർട്ണറായി പ്രവർത്തിച്ചു വരികയാണ്. പങ്കാളിത്തം ദീർഘകാലാടിസ്ഥാനത്തിൽ വിപുലീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ് അഭിപ്രായപ്പെട്ടു. വരും വർഷങ്ങളിലും വിജയകരമായ സഹകരണ പ്രവർത്തനങ്ങളിലൂടെ ഇരുകൂട്ടരുടെയും ബിസിനസ് ഒരുപോലെ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ബ്രിങ്സ് CEOയും പ്രസിഡന്റുമായ മാർക്ക് യുബാങ്ക്സ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ശോഭീന്ദ്രൻ മാസ്റ്ററുടെ പേരിൽ ശോഭീന്ദ്ര പൂങ്കാവനം. റാസൽ ഖൈമ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ
ടി ശോഭീന്ദ്രൻ മാസ്റ്ററുടെ പേരിൽ ശോഭീന്ദ്ര പൂങ്കാവനമൊരുക്കി. സ്കൂളിലെ മലയാളം ക്ലബ്ബാണ് പൂങ്കാവനമൊരുക്കിയത്. അധ്യാപകരും വിദ്യാർത്ഥികളും പൂങ്കാവനത്തിൽ ചെടികൾ നട്ടു. ചെടികൾ സംരക്ഷിച്ചു വളർത്താനും പ്രകൃതിയെ സ്നേഹിക്കാനും പ്രിൻസിപ്പൽ പ്രസന്ന ഭാസ്കരൻ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഗ്രീൻ ക്ലീൻ കേരളയുടെ ആഗോള മലയാളി ഹരിത സംഗമം തത്സമയ ഉദ്ഘാടന ചടങ്ങിലും സ്കൂൾ അധികൃതർ സംസാരിച്ചു. മാനേജർ സുൽത്താൻ മുഹമ്മദ് അലി, വൈസ് പ്രിൻസിപ്പൽ ബെറ്റ്സി, സീനിയർ സൂപ്പർവൈസർ ഷൈല, അധ്യാപകരായ മിനി, ബിജി, രഞ്ജിത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അഖില നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റാസൽ ഖൈമ. പ്രവാസി മലയാളി താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ. മലപ്പുറം സ്വദേശിയെ റിയാദിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അരീക്കോട് ഊർങ്ങാട്ടിരി കല്ലട്ടിക്കൽ സ്വദേശി കച്ചേരിപ്പറമ്പിൽ 40 വയസ്സായ ഷാജിയെയാണ് റിയാദ് സുൽത്താനയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിതാവ് അഹമ്മദ്, മാതാവ് നഫീസ, ഭാര്യ ജഷീല, മക്കൾ ഷഹീം, ഷഹസിൻ, ഇസ്ഹാൻ, ഫാത്തിമ ഹെൻസ, ഇനാറ ഹനിയ. മൃതദേഹം റിയാദിൽ ഖബറടക്കും. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ റിയാദ് KMCC മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് പുല്ലൂർ, റഫീഖ് ചെക്കുമുക്ക്, റിയാസ് തിരൂർക്കാട് എന്നിവരുടെ നേതൃത്വം നൽകുന്നു. ന്യൂസ് ഡെസ്ക്, സഖ്യ ന്യൂസ്, റിയാദ്. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും. മനാമ സൽമാനിയ കാനു ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷവും വിദ്യാരംഭവും ഒക്ടോബർ 3 മുതൽ 12 വരെ ആഘോഷിക്കും. കഴിഞ്ഞ ദിവസം സൊസൈറ്റി അങ്കണത്തിൽ ചെയർമാൻ സനീഷ് കൂറുമുള്ളിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ മുതിർന്ന അംഗം അജിത് പ്രസാദ് പോസ്റ്റർ പ്രകാശനം ചെയ്തു. സെക്രട്ടറി ബിനു രാജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ദേവദത്തൻ നന്ദിയും പറഞ്ഞു. വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ 13 രാവിലെ 4:30 മുതൽ പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണിമേനോൻ കുരുന്നുകൾക്ക് ആദ്യാക്ഷരവും സംഗീതത്തിന്റെ സപ്തസ്വരങ്ങളും പകർന്നു നൽകുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ജനറൽ സെക്രട്ടറി ബിനുരാജ്, ജനറൽ കൺവീനർ സുജിത് വാസപ്പൻ, കൺവീനർമാരായ ബിനു മോൻ, ശിവജി ശിവദാസൻ എന്നിവരുമായി ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. ട്രാവൽ നിറ്റ്സ് വെക്കൻസ വാർഷിക സ്റ്റാഫ് പാർട്ടി. മനാമ ട്രാവൽ നിറ്റ്സ് വെൽക്കൻസ വാർഷിക സ്റ്റാഫ് പാർട്ടി റീജൻസി ഇൻ കോണ്ടിനെന്റൽ ഹോട്ടലിൽ നടന്നു. കോർപ്പറേറ്റ് അതിഥികൾ, ഉപഭോക്താക്കൾ, വിമാന കമ്പനി ഉദ്യോഗസ്ഥർ, മാധ്യമപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മികച്ച ക്ലയന്റ് സേവനങ്ങൾക്കായി ട്രാവൽ നിറ്റ്സ് ജീവനക്കാരെ ആദരിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്ക് ഡയറക്ടർ താഹ മർസൂഖിന്റെ നേതൃത്വത്തിൽ അവാർഡുകൾ വിതരണം ചെയ്തു. ട്രാവൽ നിറ്റ്സ് ഡയറക്ടർ സജീവ് കുമാർ അതിഥികളെ സ്വാഗതം ചെയ്തു. കോവിഡ് വെല്ലുവിളികളെ അതിജീവിച്ച് ട്രാവൽ നിറ്റ്സ് നേടിയ നേട്ടങ്ങളും ഈ കാലയളവിൽ സ്ഥാപിച്ച ഇന്റർനാഷണൽ ഹോളിഡേ ഡിവിഷനായ വെക്കൻസ ഗ്ലോബൽ, ബഹ്റൈനിലെ ടൂറിസം വികസനത്തിനായി പ്രവർത്തിക്കുന്ന വെക്കൻസ ബഹ്റൈൻ എന്നിവയുടെ പ്രവർത്തനങ്ങളും സദസ്സിനെ അറിയിച്ചു. നറുക്കെടുപ്പിലൂടെ അതിഥികൾക്ക് സൗജന്യ വിമാന ടിക്കറ്റ് അടക്കമുള്ള ആകർഷകങ്ങളായ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് ട്രാവൽ നിറ്റ്സിന്റെ പുരോഗതിക്ക് സഹകരണം നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. UAE ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.